ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒന്ന് ലൈക്കും ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേരെ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നമ്മുടെ അതായത് ഈ ഹോട്ടലിൻ്റെ ചുറ്റും അതായത് ബീച്ചിൻ്റെ അവിടെ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാവുന്ന, കാരണം വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ കഫേയിലോട്ട് ആദ്യം പോയത്. കഫേ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അഡാറ് നല്ല വെറൈറ്റി മീൻ കിടക്കുന്നു. അപ്പോൾ ആ മീനും അതുപോലെ തന്നെ ഞണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്ത് ഡിസ്പ്ലേ ഇട്ടേക്കുമായിരുന്നു. അന്ന് ഞാനിങ്ങനെ നമ്മുടെ കഫേയുടെ പുറത്തു നിന്ന് ആ ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് അതും ഒന്ന് എൻ്റെ വീഡിയോയിൽ ഞാനൊന്ന് പകർത്തി നിങ്ങൾക്ക് കാണാൻ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ അതുവഴി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുവഴിയാണ് നമ്മൾ കാരണം വെച്ചാൽ ഗസ്റ്റൊക്കെ പോകുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പുറത്തു നിന്നുള്ള ഗസ്റ്റും കൂടുതൽ ഇതുവഴിയാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നല്ല നല്ല കടൽ ഇങ്ങനെ നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. ആകാശം നല്ല തിളങ്ങുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മേഘങ്ങൾ കിടന്ന് നല്ലോണം തിളങ്ങുന്നു. നീല ആകാശം, നീലക്കടല്. അപ്പോൾ അവിടുത്തെ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നേരെ ആദ്യം വിചാരിച്ച നേരെ റൂമിലോട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അടുത്തൊരു വേറൊരു സ്പോട്ട് കൂടെ ഉണ്ട്, അപ്പോൾ അവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതുവഴി നടന്ന് ഇപ്പുറത്തൂടെ, അതായത് നേരത്തെ ഞാൻ കഫേ കൂടെ ആയിരുന്നു നമ്മൾ അകത്ത് കയറിയത്. ഇപ്പം ഞാൻ പുറത്തൂടെ തന്നെ വെളിയിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് എൻട്രി ചെയ്യാനും ഒക്കെയാണ് ഇവർ ഇതിട്ട് ചെയ്ത് ഇത്രയും നല്ല വൃത്തിയായിട്ടേക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടുത്തെ ഫ്യൂവൽ സ്റ്റേഷന്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് ഇത് അൻസിറോയിൽ ഒട്ടുമിക്ക സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ആ കാണുന്നതാണ് ഹോട്ടൽ, ലൈല ഹോട്ടൽ. അപ്പോൾ ഇതുവഴി അങ്ങനെ നമുക്ക് കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ നടക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. റോഡിന്റെ സൈഡിൽ തന്നെ നമ്മൾ വാക്കിംഗ് സ്പേസ് ഉണ്ട്. അതുവഴി ഞാനിങ്ങനെ നടന്ന് നേരെ ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ചിന്റെ ആ ഒരു സൈഡിലോട്ട് പോകുന്നു. അതിന്റെ അടുത്ത് തന്നെയാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അതും. അതിൽ കൂടുതലും യൂറോപ്യൻസ് ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. യൂറോപ്യൻസ് എന്നല്ല, ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കൊന്ന് വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ വളരെ കുറവായിരുന്നു ഈ ഒരു സൈഡിൽ. മറ്റേത് ഹോട്ടലിലെ ഗസ്റ്റ് ആയിരുന്നു കൂടുതലും അവിടെ നമ്മൾ കണ്ടത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല നല്ല ശാന്തമായിട്ട് ഇരിക്കുന്നു. കടൽ നല്ല ശാന്തമായിട്ട് നോക്കിയാൽ കടൽ നല്ല നീലക്കടല്, നീല ആകാശം, അതിനിടയ്ക്ക് മേഘങ്ങൾ കിടന്ന് തിളങ്ങുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് നല്ല വ്യൂ കുറേ ഫോട്ടോ എടുത്തു ഞാൻ ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ്, വെറൈറ്റി വീഡിയോസുകൾ എടുത്തു. നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കടലിന്റെ ആ ഒരു ഓളവും, ചെറിയ ഓളം നമ്മുടെ ഇത് പറയുന്ന പോലെ. അതുകൊണ്ട് അവിടെ കുറച്ച് ചെറിയ ചെറിയ ബോട്ടുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ എന്ത് രസമാണല്ലേ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓക്കെ, കടല മല ഇങ്ങോട്ട് ഇറങ്ങി കിടക്കുന്നുണ്ടോ, കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.